Welcome to Machinery World. നമസ്കാരം, എൻ്റെ പേര് സലാഹുദ്ദീൻ. മെഷീനറി വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇവിടെ ഡിസ്പ്ലേയിലുള്ള മെഷീൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമസ്കാരം. നമസ്കാരം. കേരള സ്റ്റേറ്റ് കൊയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനിയുടെ G59 എന്ന് പറയുന്ന സ്റ്റാളാണിത്. അപ്പോൾ ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സിബിഷനിൽ പങ്കെടുക്കാൻ സാധിച്ചതിനുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കട്ടെ. കേരള സ്റ്റേറ്റ് കൊയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനി 2014 സ്ഥാപിതമായിട്ടുള്ള കേരളത്തിലെ കയർ സംഘങ്ങളെ യന്ത്രവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നിലവിൽ വന്നിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് കൊയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനി. തേങ്ങ പൊതിക്കുന്ന മുതൽ അതിനെ പ്രോസസ്സ് ചെയ്യുന്ന എല്ലാവിധ മെഷീനുകളും ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ ലഭ്യമാണ്. തേങ്ങ പൊതിക്കാനുള്ള ഡീഹസ്കി മെഷീന്, ആ തൊണ്ടിനെ പ്രോസസ്സ് ചെയ്യാനുള്ള ഡീഫൈബർ മെഷീൻ, തൊണ്ടിൽ നിന്നും മുറിച്ചകിരി, നീളം കൂടിയ ചകിരി, ചകിരിച്ചോറിങ്ങനെ വേർതിരിക്കുന്ന ഡീഫൈബർ മെഷീൻ, ആ നാരുപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് സ്പിൻ ചെയ്യാനുള്ള ഓട്ടോമാറ്റിക് സ്പിന്നിങ് മെഷീൻ, അതേപോലെ തന്നെ ഫൈബർ പോട്ടുകൾ ചെയ്യാനുള്ള ഗാർഡൻ ആർട്ടിക്കൽ മെഷീൻ, കയർപ്പ് വസ്ത്രം മാറ്റിങ്സ് എന്നിവ നിർമ്മിക്കാനുള്ള ഓട്ടോമാറ്റിക് ലൂം മെഷീൻ, അതിൻ്റെ തന്നെ ആധുനിക വെർഷനായിട്ടുള്ള മാഗ്നറ്റിക് ലൂം മെഷീൻ, ഇങ്ങനെ വിവിധ യന്ത്രങ്ങളാണ് കേരള സ്റ്റേറ്റ് കൊയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനി നിർമ്മിച്ച് വിതരണം ചെയ്തിട്ടുള്ളത്. ഈ മെഷീൻ ഇന്ത്യയിൽ ഒട്ടനവധി സംസ്ഥാനങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനും നമുക്ക് ഇന്ത്യയുടെ വെളിയിലേക്ക് തന്നെ കയറ്റുമതി ചെയ്യാനും എല്ലാം ഈ സ്ഥാപനത്തിൽ സാധിച്ചിട്ടുണ്ട്. വെനിസുല, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഈ യന്ത്രം റീസെൻ്റ് ആയിട്ട് കൊടുക്കുവാനായിട്ട് സ്ഥാപനത്തിൽ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലക്ഷദ്വീപ്, മഹാരാഷ്ട്ര, ഒറീസ, അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങളിൽ നമ്മുടെ മെഷീൻ ഇപ്പോൾ നിലവിൽ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നു. അത് മാത്രമല്ല, ഈയിടെ നമുക്ക് മാലിന്യ സംസ്കരണ യന്ത്രങ്ങൾ കൂടി നിർമ്മിക്കാനായിട്ട് ഈ സ്ഥാപനത്തിൽ സാധിച്ചിട്ടുണ്ട്. ശുചിത്വ മെഷീൻ്റെ ഒരു അക്രഡിറ്റഡ് ഏജൻസി കൂടിയാണ് ഇപ്പോൾ ഈ സ്ഥാപനം. നമുക്ക് മാലിന്യങ്ങൾ ശേഖരിക്കാനുള്ള ഇലക്ട്രിക്കൽ വീൽ ബാരോ എന്ന് പറയുന്ന ആധുനിക വീൽ ബാരോ, അത് തന്നെ നമുക്ക് മണിക്കൂറിൽ ഒരു 500 കിലോ ഭാരം ഏകദേശം ഒറ്റ ചാർജിൽ 40 കിലോമീറ്റർ വരെ കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ആധുനിക ഇലക്ട്രിക് വീൽ ബാരയാണ് കേരള സ്റ്റേറ്റ് കൊയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനി ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ടെൻഡർ കോക്കനട്ട് പൾവറൈസർ മെഷീനാണ്. നമുക്ക് വഴിയിൽ മാലിന്യ കൂമ്പാരമായി മാറാൻ സാധ്യതയുള്ള കരിക്കിനെ ഫ്രീ ആയിട്ട് നമുക്ക് കളക്ട് ചെയ്ത് അതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നം നിർമ്മിക്കാനുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ടെൻഡർ കോക്കനട്ട് പൾവറൈസർ മെഷീൻ എന്ന് പറയുന്നത്. അത് ഇളനീരിന്റെ തൊണ്ട് മാത്രമല്ല, നമുക്ക് ഈ പറയുന്ന പോലെ ഉണക്കത്തൊണ്ട്, പച്ചത്തൊണ്ടിൽ നിന്നും നമുക്ക് ഈ ചകിരിച്ചോറ് വേർതിരിച്ച്, ഇന്ന് ഏറ്റവും ഡിമാൻഡുള്ള ഒരു വസ്തുവാണ് ഈ ചകിരിച്ചോറ് എന്ന് പറയുന്നത്. നമുക്ക് വെളിയിൽ പോലും നല്ല രീതിയിലുള്ള വിപണി സാധ്യത ഈ പറയുന്ന ചകിരിച്ചോറിന് ഇപ്പോൾ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഊന്നലോടുകൂടി ഇപ്പം നമ്മൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഇപ്പോൾ കാണുന്ന പൾവറൈസർ മെഷീൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വിവിധ മെഷീനുകളാണ് കമ്പനി ഇപ്പോൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത്. അതേപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിലുള്ള ബെയിലി മെഷീന്, മിനി MCF, ബോട്ടിൽ ക്രഷർ, ബോട്ടിൽ ബൂത്ത്, ട്രോളി, സോർട്ടിംഗ് കൺവെയർ, ഇങ്ങനെയുള്ള പലവിധ മെഷീനുകളും ശുചിത്വ മിഷൻ അക്രഡിറ്റേഷനോട് കൂടി നമ്മൾ ചെയ്ത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ സ്ഥാപിച്ചു വരും. ഇത് കൊയർ മെഷീൻ നിർമ്മിച്ചിട്ടുള്ള ആധുനികമായിട്ടുള്ള ടെൻഡർ കോക്കനട്ട് പ്രോസസ്സിംഗ് മെഷീനാണ്. നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള മെഷീൻ എന്ന് പറയുന്നത് ഡീഫൈബർ യൂണിറ്റ് ആയിരുന്നു. നമ്മുടെ തൊണ്ടിൽ നിന്ന് നീളം കൂടിയ ചകിരി, നീളം കുറഞ്ഞ ചകിരി, ചകിരിച്ചോറ് ഇങ്ങനെ വേർതിരിക്കുന്ന ഡീഫൈബർ യൂണിറ്റുകളാണ് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ചകിരിച്ചോറിന്റെ ഡിമാൻഡ് മനസ്സിലാക്കി ഒരു ആധുനിക ഇളനീർ തൊണ്ട് പ്രോസസ്സിംഗ് മെഷീനാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് മണിക്കൂറിൽ ഒരു 1000-1200 തൊണ്ട് ഈസി ആയിട്ട് പ്രോസസ്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിന്റെ ഉപയോഗം എവിടെയാണെന്ന് വെച്ചാൽ, നമുക്ക് പോൾട്രി ഫാമുകളിൽ ഇപ്പോൾ അറക്കപ്പൊടിക്ക് പകരം ഉപയോഗിച്ച് വരുന്നത് ഈ ചകിരിച്ചോറാണ്. അതേപോലെ തന്നെ ഇതിനെ ബെയിൽ ചെയ്തിട്ട് പിത്ത് ബ്രിക്സ് ആക്കി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് കമ്പനി നിർമ്മിച്ചിട്ടുള്ള ഷുഗർ കെയിൻ എക്സ്ട്രാക്ഷൻ മെഷീനാണ്. നമുക്ക് കരിമ്പിൻ ജ്യൂസ് വേർതിരിക്കാനുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനാണിത്. ഇതിൽ നമുക്ക് ഏകദേശം മണിക്കൂറിൽ ഒരു 50 കിലോളം നമ്മുടെ കരിമ്പിന്റെ ജ്യൂസ് വേർതിരിക്കാനായിട്ട് ഈ മെഷീൻ നമുക്ക് സാധിക്കും. ഇതൊരു 2 HP തൊട്ട് മേലോട്ടുള്ള മെഷീൻസ് നമുക്ക് വരുന്നുണ്ട്. ഈ കാണുന്നത് ഗ്ലാസ് ബോട്ടിൽ ക്രഷർ എന്ന് പറയുന്ന മെഷീനാണ്. നമുക്ക് ഗ്ലാസ് ബോട്ടിൽ കയ്യിലിട്ട് ഞെരടാവുന്ന തരത്തിൽ അത്രയും സ്മൂത്ത് ആയിട്ട് നമുക്ക് പൊടിച്ചു തരുന്ന ഒരു മെഷീനാണ്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് റീസൈക്കിൾ ചെയ്ത് നമുക്ക് ഗ്ലാസ് ബോട്ടിൽ യൂസ് ചെയ്യാനായിട്ടാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത്. നമ്മൾ കമ്പനിയുടെ പല മെഷീൻസും പല പ്രോഡക്ട്സും പരിചയപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ ഈ സ്റ്റാളിൽ ഡിസ്പ്ലേയിൽ വരാത്ത എന്തൊക്കെ മെഷീൻസ് നമ്മുടെ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നുണ്ട്, വിപണനം ചെയ്യുന്നുണ്ട്? തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തേങ്ങ പൊതിക്കുന്ന തൊട്ട് അത് പ്രോസസ്സ് ചെയ്യുന്ന എല്ലാവിധ മെഷീൻസും അവൈലബിൾ ആണ്. തേങ്ങ പൊതിക്കാനുള്ള ഡീഹസ്കി മെഷീൻ, അത് തന്നെ 2 വേരിയൻസ് ഉണ്ട്.
നമുക്ക് മണിക്കൂറിൽ ഏകദേശം 1000 തേങ്ങ പൊതിക്കാൻ കഴിയുന്ന തരത്തിലുള്ള 2 HP മെഷീൻ. അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് വേരിയന്റ് എന്ന് പറയുന്നത് 1400ഓളം തേങ്ങ പൊതിക്കാൻ കഴിയുന്ന DSK മെഷീനും. പിന്നീടുള്ളത് ഡീഫൈബറിംഗ് യൂണിറ്റുകളാണ്. എന്ന് വെച്ചാൽ തൊണ്ടിൽ നിന്ന് നമുക്ക് നീളം കൂടിയ ചകിരിനാര്, കയറ് പിരിക്കാൻ ആവശ്യമുള്ള നീളം കൂടിയ ചകിരിനാര്, ഫൈബർ കോട്ട് ചെയ്യാനുള്ള ഷോർട്ട് ഫൈബർ, അതേപോലെ തന്നെ ചകിരിച്ചോറ്, ഇങ്ങനെ 3 വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ വേർതിരിക്കാനുള്ള ഡീഫൈബറിംഗ് യൂണിറ്റ്. അത് തന്നെ 3 വ്യത്യസ്ത വേരിയൻസ് നമുക്ക് അവൈലബിൾ ആണ്. പ്രൊഡക്ഷന്റെ ബേസിൽ 46 HP മെഷീന്, 65 HP മെഷീന്, 82 HP മെഷീൻ എന്നിങ്ങനെ 3 വ്യത്യസ്ത വേരിയൻസ് നമ്മൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കയറ് പിരിക്കാനുള്ള ഓട്ടോമാറ്റിക് സ്പിന്നിങ് മെഷീൻ, അത് തന്നെ നമുക്ക് ഓട്ടോ ഫീഡറോട് കൂടിയുള്ള ഓട്ടോമാറ്റിക് സ്പിന്നിങ് മെഷീനും, അതേപോലെ തന്നെ നമുക്ക് ഓട്ടോ ഫീഡർ ഇല്ലാത്ത സ്പിന്നിങ് മെഷീനും നമുക്ക് അവൈലബിൾ ആണ്. പിന്നീട് നമുക്ക് ഉള്ളത് നമ്മുടെ കയറ് പിരിച്ചതിന് ശേഷം ആ കയറ് ഉപയോഗിച്ചുകൊണ്ട് മാറ്റിങ്സുകളും ചെയ്യാനുള്ള ലൂം മെഷീനുകളാണ്. ഓട്ടോമാറ്റിക് ലൂമുകൾ, അതേപോലെ തന്നെ സെമി ഓട്ടോമാറ്റിക് ലൂമുകൾ, ഹാൻഡ് ലൂമുകൾ എന്നിങ്ങനെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള നമ്മുടെ കമ്പനിയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ലൂം മെഷീനാണ് മാഗ്നറ്റിക് ലൂം മെഷീൻ എന്ന് പറയുന്നത്. അതും ഏകദേശം നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ്റെ അത്ര തന്നെ പ്രൊഡക്ഷൻ സാധ്യമായിട്ടുള്ള മാഗ്നറ്റിക് ലൂം മെഷീൻ എന്ന് വെച്ചാൽ വിപണിയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള 25 ലക്ഷത്തോളം വില വരുന്ന മെഷീൻ നമുക്ക് ഏകദേശം 12 ലക്ഷം രൂപയ്ക്കുള്ളിൽ ചെയ്തിരിക്കുന്ന ഒരു അത്യാധുനിക മെഷീനാണ് മാഗ്നറ്റിക് ലൂം മെഷീൻ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെഷീനാണ് കോക്കോലോഗ് മേക്കിംഗ് മെഷീൻ. നമ്മുടെ ഈ കയർവസ്ത്രത്തിന്റെ നെറ്റും അതേപോലെ തന്നെ മുറിച്ചകിരി ഉപയോഗിച്ചുകൊണ്ട് ചെടികൾ വളർത്താനും ബണ്ടുകൾക്കും മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന കോക്കോലോഗ് മെഷീനും നമുക്ക് അവൈലബിൾ ആണ്. പിന്നീടുള്ളത് നമ്മുടെ കൊറിഡോർ മാറ്റൊക്കെ ചെയ്യാനുള്ള കൊറിഡോർ മാറ്റ് മേക്കിംഗ് മെഷീൻ. അത് തന്നെ ഒരേ സമയത്ത് 4 വ്യത്യസ്ത ആൾക്കാർക്ക് നിന്ന് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ കൊറിഡോർ മാറ്റ് മേക്കിംഗ് മെഷീൻ. ഗാർഡൻ ആർട്ടിക്കിൾ മെഷീൻ, നമ്മുടെ മുറിച്ചകിരിക്ക് മേലെ നമ്മൾ റബ്ബർ ലാറ്റക്സ് സ്പ്രേ ചെയ്ത് കിട്ടുന്ന ആ ചകിരിതാന്റെ പേരാണ് ബെയർഷീറ്റ് എന്ന് പറയുന്നത്. ആ ബെയർഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചകിരിയുടെ ഫൈബർ പോട്ടുകൾ ചെയ്യാനുള്ള ഗാർഡൻ ആർട്ടിക്കിൾ മെഷീന്, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മെഷീൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓയിൽ എക്സ്ട്രാക്ഷൻ മെഷീനും നമ്മൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കമ്പനിയുടെ എടുത്തു വരേണ്ട മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ വിവിധ ഗവൺമെന്റ് കമ്പനികളുടെ ഫാബ്രിക്കേഷൻ മെഷീനിങ് വർക്ക്സുകൾ കൂടി ഏറ്റെടുത്ത് നമ്മുടെ കമ്പനി ചെയ്യുന്നുണ്ട്. നമുക്ക് കെൽട്രോൺ, അതേപോലെ തന്നെ ട്രിവാൻഡ്രത്തുള്ള ബ്രഹ്മോസ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, അതേപോലെ തന്നെ കാംകോ തുടങ്ങിയ വിവിധ കമ്പനികളുടെ മെഷീനിങ് വർക്ക്സും മറ്റ് വർക്കുകൾ കൂടി നമ്മുടെ കമ്പനി ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. സാർ, ഇപ്പോൾ നമ്മളിവിടെ ധാരാളം മെഷീൻസിനെ കുറിച്ച് ചർച്ച ചെയ്തു. അതെ, ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ ഇതിലൂടെ ക്യാപ്ചർ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റ് അതുപോലെ സർവീസസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ കമ്പനിയുമായിട്ട് കോൺടാക്ട് ചെയ്ത് അത് അവൈൽ ചെയ്യാൻ പറ്റും? നമ്മുടെ സ്ഥാപനം വരുന്ന ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലാ കോടതിയുടെ പടിഞ്ഞാറ് വശം കേരള സ്റ്റേറ്റ് കോയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് അവിടെയാണ്. അതേപോലെ തന്നെ യൂട്യൂബ് തുടങ്ങിയ ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ അവൈലബിൾ ആണ്. പിന്നീട് നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ എന്ന് പറയുന്നത് 9961266688. മാർക്കറ്റിംഗ് KCMMC എന്ന മെയിൽ ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി നമ്പർ പറയാം, 9961266688. 9961266688. മാർക്കറ്റിംഗ് KCMMC എന്ന മെയിൽ ത്രൂവും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നന്ദി.